നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജീഷ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വേഡ്പ്രസ് വെബ്സൈറ്റിൽ കസ്റ്റമായിട്ടൊരു ഹെഡറും ഫൂട്ടറും എങ്ങനെ ബിൽഡ് ചെയ്യാം, അതും എലമെൻ്ററി യൂസ് ചെയ്ത്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം, അതേപോലെ തന്നെ ആ വെബ്സൈറ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കാണുന്ന ഒരു ഹെഡർ ഇതാണ്. ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ ഈ സൈറ്റിൽ ഉണ്ടായിരുന്ന ഹെഡർ ഇതാണ്. ഫൂട്ടർ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ഫൂട്ടറാണ് ഇപ്പോൾ നമ്മുടെ സൈറ്റിലുള്ളത്. നമുക്കിത് മാറ്റിയിട്ട് എലമെൻ്ററി യൂസ് ചെയ്തിട്ട് പുതുതായിട്ടൊരു ഫൂട്ടർ ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അഡ്മിൻ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ഇതിനായിട്ട് നമുക്കൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ പ്ലഗിൻസിൽ പോയിട്ട് ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ സെർച്ച് പ്ലഗിൻ എന്നുള്ള ഫീൽഡിൽ പോയിട്ട് ഞാൻ ഹെഡർ ആൻഡ് ഫൂട്ടർ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്ലഗിൻ കാണാൻ സാധിക്കും. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. പ്ലഗിൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അപ്പിയറൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പിയറൻസിൻ്റെ അണ്ടറിൽ എലമെൻ്ററി ഹെഡർ ആൻഡ് ഫൂട്ടർ ബിൽഡർ എന്ന് കാണാൻ സാധിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ടോപ്പിലായിട്ട് ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഹെഡറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ് ഹെഡറാണോ ഫൂട്ടറാണോ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഹെഡറാണ് ചൂസ് ചെയ്യുന്നത്. അത് തന്നെ ഡിസ്പ്ലേ ഓൺ എന്നുള്ളത്, അതായത് എൻ്റെ വെബ്സൈറ്റിൽ വേണോ അതോ നമുക്കിപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും പേജിൽ മതിയോ എന്നുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ എൻ്റെ വെബ്സൈറ്റാണ് കൊടുക്കുന്നത്. അതേപോലെ യൂസർ റോൾ, അപ്പോൾ ഇന്ന യൂസറിന് മാത്രം കണ്ടാൽ മതിയോ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വേണേൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഓളാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പബ്ലിഷ് ആയിട്ടുണ്ട്. നമുക്കിനി എഡിറ്റ് വിത്ത് എലമെൻ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പം എലമെൻ്ററിൽ എഡിറ്റായി വന്നിട്ടുണ്ട് ഹെഡർ സെക്ഷൻ. നമുക്കിനി അതെങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആഡ് ന്യൂ സെക്ഷൻ എന്നുള്ളൊരു ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ സ്ട്രക്ചർ സെലക്ട് ചെയ്യാൻ വരും. ഞാൻ അടുത്ത് ഇതിന് 2 കോളം വരുന്ന സ്ട്രക്ചറാണ് ചൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ കോളത്തിൻ്റെ ഈ 2 കോളത്തിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിതിപ്പം വിഡ്ത്ത് ആദ്യത്തെ കോളത്തിൻ്റെ വിഡ്ത്ത് ശകലം കുറച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വിഡ്ജറ്റ്സ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഇമേജ് എന്നുള്ള വിഡ്ജറ്റ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ ഒരു ലോഗോ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇമേജ് എന്നുള്ള വിഡ്ജറ്റ് ചൂസ് ചെയ്തു. ഇവിടെ ചൂസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം മീഡിയ ലൈബ്രറിക്കകത്ത് ഓൾറെഡി ഉള്ളൊരു ലോഗോ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ലോഗോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. കണ്ടില്ല, ഇവിടെ കുറച്ച് ലോഗോസ് ഉണ്ട്. ഞാനിതിലൊരു ലോഗോ സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2ാമത്തെ കോളത്തിൽ എനിക്ക് മെനു ആഡ് ചെയ്യണം. അതിനായിട്ട് ഈ സെർച്ച് വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് മെനു എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ നാവിഗേഷൻ മെനു HFB എന്നിവിടെ കാണാൻ സാധിക്കും. അത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു കോളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ അവിടെ മെനു വന്നിട്ടുണ്ട്. അപ്പം മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് ഈ മെനു നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനായിട്ട് ഇവിടുന്ന് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മെനുവിൻ്റെ ലേഔട്ട്, ഇതിപ്പം ഹൊറിസോണ്ടൽ ലേഔട്ടാണ്. ഞാനിതിൻ്റെ അലൈൻമെൻറ്റ് റൈറ്റ് അലൈൻ ആക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകും. അതേപോലെ മെനുവിൻ്റെ കളർ നമുക്കിവിടെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് കളർ ഞാനൊരു വൈറ്റ് ആയി കൊടുക്കുകയാണ് മെനുവിൻ്റെ. അതേപോലെ തന്നെ മെനു ഹോവർ ആകുമ്പോൾ ഒരു ഹോവർ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഹോവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഹോവർ ആകുമ്പോൾ എനിക്കിപ്പോൾ വേറൊരു കളർ വേണം. ഞാനിപ്പോൾ വൈറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ ഹോവർ ആകുമ്പോൾ ഒരു ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഹോവർ ആകുമ്പോൾ ഇതുപോലൊരു ബ്ലൂ കളർ വരും. അതേപോലെ തന്നെ ലിങ്ക് ഹോവർ, അതായത് നമുക്കിപ്പോൾ മെനു ഹോവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹോവർ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് ഹോവർ എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത അണ്ടർലൈൻ, ഓവർലൈൻ, ഡബിൾ ലൈൻ എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഞാൻ അണ്ടർലൈൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ മെനു ഹോവർ ചെയ്യുന്ന സമയത്ത് അണ്ടർലൈൻ വരും. അതിനായിട്ട് നമുക്ക് അണ്ടർലൈൻ്റെ കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ലിങ്ക് ഹോവർ എഫക്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് അണ്ടർലൈനിന് വേണ്ട കളർ ഞാനൊരു ബ്ലൂ തന്നെയാണ്. അതായത്
ഞാൻ ഇവിടെ കൊടുത്ത ബ്ലൂ കളർ തന്നെയാണ് ലിങ്ക് ഹോർ എഫക്റ്റിനും കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു ആ കളറ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെനുവിൻ്റെ താഴെ ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ട് ഹോവർ ചെയ്യുമ്പോൾ, കണ്ടില്ലേ? അതേപോലെ നമുക്ക് ഈ ആക്റ്റീവ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹോം പേജ് എടുക്കുമ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മെനുവിനും ഇതേ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ ടെക്സ്റ്റ് കളർ നമുക്ക് ഇതേപോലെ തന്നെ ബ്ലൂ കൊടുക്കാം. ലിങ്ക് ഹോർ എഫക്റ്റ് എന്നുള്ളതും ആ ഒരു ബ്ലൂ കളർ തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്കിവിടെ ആനിമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫെയ്ഡാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ സെലക്ട് കൊടുക്കാം, വേണമെങ്കിൽ അത് മാതിരി സ്ലൈഡ് ആക്കാം. കണ്ടില്ലേ, ഇപ്പോൾ സ്ലൈഡായിട്ടാണ് ആ ഒരു അണ്ടർലൈൻ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് ഇവിടെ കൂട്ടാൻ പറ്റും. വെർട്ടിക്കൽ പാഡിങ്ങും ഹൊറിസോണ്ടൽ പാഡിങ്ങും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കണ്ടില്ലേ? അതേപോലെ തന്നെ നമുക്ക് ഈ ലോഗോയുടെ സൈസ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറുതായി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ സെക്ഷൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണം. അതിനായിട്ട് ഞാനിവിടെ ടോപ്പ് സെക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കളർ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രേ കളർ ഞാൻ കൊടുക്കുകയാണ്. ഒരു ഗ്രേ കളർ ഞാൻ കൊടുത്തു. ഇനി അതിനുശേഷം നമുക്കിവിടെ മെനു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഡ്രോപ്പ് ഡൗൺ മെനു, നമുക്ക് സബ് മെനു ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ഡൗൺ മെനു നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ സബ് മെനു ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നമ്മുടെ മെനു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ടാബ്ലറ്റ് വ്യൂയിലും മൊബൈൽ വ്യൂയിലും എങ്ങനെ മെനു ഇരിക്കും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് റെസ്പോൺസീവ് മോഡിൽ വന്നിട്ട് ടാബ്ലറ്റ് വ്യൂ എടുക്കുക. കണ്ടില്ലേ, ടാബ്ലറ്റ് വ്യൂവിലൊരു ട്രിഗർ ബട്ടണാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് മെനു എഡിറ്റ് ചെയ്യുമ്പോൾ ലേഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസീവ് ബ്രേക്ക് പോയിന്റ് കാണാം. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് പോയിന്റ് ഇപ്പം 1025 px ആണ് കൊടുത്തിരിക്കുന്നത്. ടാബ്ലറ്റിൻ്റെ ഒരു വിഡ്ത്താണ്. ടാബ്ലറ്റിൻ്റെ ഒരു വിഡ്ത്തിൽ നമുക്ക് ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന കാരണം ടാബ്ലറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു ഹാംബർഗർ മെനു ആയിട്ട് മാറും നമ്മുടെ മെനു. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറേ മൊബൈലിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൊബൈലിൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കണ്ട പോലെ തന്നെ ഒരു മെനു ഇവിടെ വരും, കണ്ടില്ലേ? നമുക്കിവിടെ ടാബ്ലറ്റിലും ഇതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ കണ്ട പോലെ ഒരു മെനു സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കുറച്ചും കൂടെ ഞാനിവിടെ ടാബ്ലറ്റ് വ്യൂവിൽ ഇതിൻ്റെ പാഡിങ് ഹൊറിസോണ്ടൽ പാഡിങ് കുറച്ചുകൂടെ കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈൽ വ്യൂവിൽ നോക്കാം. കണ്ടില്ലേ, മൊബൈൽ വ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രിഗർ ബട്ടൺ വന്നിട്ടുണ്ട്, ഹാംബർഗർ. അപ്പം ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ലോഗോയുടെ തൊട്ട് താഴെയാണ് കിടക്കുന്നത്. അത് ഈ കോളത്തിൻ്റെ വിഡ്ത്ത് ഇപ്പം 100% കിടക്കുന്നതുകൊണ്ടാണ്. രണ്ട് കോളത്തിൻ്റെ വിഡ്ത്ത് 100% ആയതുകൊണ്ടാണ് താഴെ വന്നേക്കുന്നത്. നമുക്കത് കുറച്ച് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിഡ്ത്ത് നമുക്ക് ഇവിടുന്ന് കുറച്ച് കൊടുത്താൽ മതി. കണ്ടില്ല, നമുക്ക് ഇവിടെ ഇങ്ങനെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു 75 വിഡ്ത്ത് കൊടുത്തു. എന്നിട്ട് ഈ കോളത്തിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ കുറച്ച് ഒരു 25 കണ്ടില്ലേ. ഇപ്പോൾ അതൊരേ ലൈനിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോഗോയുടെ വിഡ്ത്ത് വേണമെങ്കിൽ മൊബൈൽ കുറച്ചും കൂടെ കുറച്ച് കൊടുക്കാം. ലോഗോയുടെ അലൈൻമെൻറ്റ് വേണമെങ്കിൽ ലെഫ്റ്റ് അലൈൻ ആക്കാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പാഡിങ് വേണമെങ്കിൽ അഡ്വാൻസ് ടാബിൽ പോയിട്ട് നമുക്ക് പാഡിങ് ലെഫ്റ്റ് ഒരു 20 px കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് എലമെൻ്റർ യൂസ് ചെയ്തിട്ട് റെസ്പോൺസീവായിട്ടൊരു ഹെഡർ കസ്റ്റമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഹെഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൂട്ടർ എങ്ങനെ ബിൽഡ് ചെയ്യാൻ നോക്കാം. ഞാനപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ആവുകയാണ്. മുമ്പ് നമ്മൾ എടുത്ത പോലെ തന്നെ അപ്പിയറൻസിന് അണ്ടറിൽ നിന്ന് എലമെൻ്റർ ഹെഡർ ആൻഡ് ഫൂട്ടർ ബിൽഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ വന്നിട്ട് ആഡ് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് ഫൂട്ടറാണ് ബിൽഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഫൂട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ് ഞാൻ ഫൂട്ടറാണ് ചൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഓൺ എൻ്റെ വെബ്സൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുകയാണ്. എന്നിട്ട് എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്നുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് എലമെൻ്ററിൽ എഡിറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് ഫൂട്ടർ ബിൽഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ആഡ് ന്യൂ സെക്ഷൻ എന്നുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു 3 കോളം വരുന്ന സ്ട്രക്ചറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കോളത്തിലൊരു ലോഗോയും രണ്ടാമത്തെ കോളത്തിൽ ക്വിക്ക് ലിങ്ക്സ് ആയിട്ട് കുറച്ച് മെനു ആഡ് ചെയ്യാനും രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇമേജിൻ്റെ വിഡ്ജറ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ചൂസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ലോഗോ സെലക്ട് ചെയ്യുകയാണ്.
ബ്ലാക്ക് ലോഗോയാണ് സെലക്ട് ചെയ്തത്. ഒരു ലോഗോയുടെ വിഡ്ത്ത് ഞാൻ കുറച്ച് കൊടുക്കാൻ പോവാണ്. അത്രയും മതി. എന്നിട്ട് അലൈൻമെൻറ്റ് ഞാൻ ലെഫ്റ്റ് അലൈൻ ആക്കുകയാണ്. മൊത്തത്തിലുള്ള സെക്ഷൻ ഞാൻ കുറച്ച് പാഡിങ് കൊടുക്കുകയാണ്. പാഡിങ് ലെഫ്റ്റ് ഒരു 20 px ഞാൻ കൊടുക്കുകയാണ്. പാഡിങ് റൈറ്റ് ഒരു 20 px കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടോപ്പും ഒരു 30, ബോട്ടം ഒരു 30 ഞാൻ കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ എനിക്കിവിടെ ഒരു മെനു ആഡ് ചെയ്യണം. മെനുവിന് ഒരു ടൈറ്റിൽ വേണം. അപ്പം ഞാൻ അവിടെ ഹെഡിൽ നിന്നുള്ള ഈ ഒരു വിഡ്ജറ്റ് എടുത്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ടൈറ്റിലായിട്ട് ഞാൻ ക്വിക്ക് ലിങ്ക്സ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഫോണ്ട് സൈസ് കുറച്ചും കൂടെ കുറച്ച് കൊടുക്കുകയാണ്. ഒരു 20 ഒക്കെ മതി. എന്നിട്ട് നമുക്കിതിന് താഴെ നമ്മുടെ മെനുവിലുള്ള പോലെ തന്നെ ഹെഡറിലുള്ള പോലെ തന്നെ മെനൂസ് ഇവിടെ ആഡ് ചെയ്യണം. അതിനായിട്ട് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ വന്നിട്ട് മെനു എന്ന് പറഞ്ഞ് വിഡ്ജറ്റ് വന്നിട്ട് മെനു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ നാവിഗേഷൻ മെനു HFP എന്നുള്ള ഈ നാവിഗേഷൻ മെനു ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ മെനു വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ലേ ഔട്ട് എടുത്തതിന് ശേഷം ലേ ഔട്ടിനകത്ത് നിന്ന് ഹൊറിസോണ്ടൽ നിന്ന് കിടക്കുന്ന ലേ ഔട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം വെർട്ടിക്കൽ ലേ ഔട്ട് ചൂസ് ചെയ്യുക. കണ്ടില്ലേ, വെർട്ടിക്കലായിട്ട് മെനു വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഹൊറിസോണ്ടൽ പാഡിങ് കുറയ്ക്കുകയാണ്. വെർട്ടിക്കൽ പാഡിങ് കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കും. ഓക്കെ, ഞാൻ പാഡിങ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് കൊടുക്കുകയാണ്. മെനുവിൻ്റെ ബ്ലാക്ക് ആക്കുകയാണ്. ഹോവറിൽ നമ്മൾ മുമ്പ് കൊടുത്ത ഒരു ബ്ലൂ കളർ തന്നെ ഞാൻ കൊടുക്കുകയാണ്. ആക്റ്റീവ് ആകുമ്പോഴും ടെക്സ്റ്റ് കളർ ആ സെയിം ബ്ലൂ തന്നെ. ഇനി എനിക്കിവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഇതേപോലൊരു ഹെഡിങ് എനിക്ക് ഇവിടെ ആഡ് ചെയ്യണം, അഡ്രസ്സ് എന്ന് പറയട്ടെ. അതുകൊണ്ട് ഞാൻ ആ സെയിം ഹെഡിങ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഞാൻ കോണ്ടാക്റ്റേഴ്സിന് കൊടുക്കണം. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഡ്ജറ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അതായത് ലിസ്റ്റ് ഐക്കൺ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് ഉണ്ട്. ഐക്കൺ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ് ഉണ്ട്. ഇപ്പോഴൊന്ന് സെർച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഐക്കൺ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റ്. ഞാനത് അവിടെ നിന്ന് ചൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാണ്. കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് ഈ ലിസ്റ്റ് ഐറ്റം 1 എന്നുള്ളിടത്ത് നിന്ന് നമുക്ക് ഐക്കൺ ലൈബ്രറി ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്കിപ്പം ഒരു ലൊക്കേഷൻ ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ മാർക്കർ എന്ന് പറഞ്ഞൊരു ഐക്കൺ സെർച്ച് ചെയ്തു. മാപ്പ് മാർക്കർ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. ഞാൻ അത് ഇൻസേർട്ട് ചെയ്യുകയാണ്. അത് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ലൊക്കേഷൻ ആലപ്പുഴ, കേരള, ഇന്ത്യ എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എനിക്കൊരു കോണ്ടാക്ട് നമ്പർ ആഡ് ചെയ്യണം. അതിനായിട്ട് ഐക്കൺ ലൈബ്രറി ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഫോണെന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഈ ഫോണിൻ്റെ ഈ ഒരു ഐക്കൺ ചൂസ് ചെയ്തു. എന്നിട്ട് ഇൻസേർട്ട് കൊടുത്തു. എന്നിട്ട് ഞാനൊരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്പറിലോട്ട് ഡയറക്റ്റ് കോള് പോകാൻ വേണ്ടി ടെല്ല് കൊടുക്കാൻ പറ്റും ലിങ്കിനകത്തിൽ. അതിന് വേണ്ടിയിട്ട് ഈ നമ്പർ അതിനടുത്ത് കോപ്പി ചെയ്തു. താഴെ നിങ്ങൾക്ക് ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണും. നമുക്ക് ഏതെങ്കിലും ഇപ്പം എക്സ്റ്റേണലായിട്ട് ഏതെങ്കിലും പേജിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ ലിങ്ക് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ മൊബൈൽ നമ്പറിലോട്ട് കോള് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്കിൻ്റെ അവിടെ ടെല്ലെന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ടൊരു കോളനിട്ടു. എന്നിട്ട് ആ നമ്പർ പേസ്റ്റ് ചെയ്തു. ഇപ്പം ഞാനിവിടെ കാണാം, ഇവിടെ ഇപ്പോൾ ലിങ്ക് ആയത് കാരണം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ ടെല്ലെന്ന് പറയുന്ന നമ്പർ കാണിക്കും. ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കോള് പോകും. ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം. മെയിൽ ഐ ഡിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മെയിലിനൊരു എൻവലപ്പിൻ്റെ ഐക്കൺ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റൈലിൽ പോയിട്ട് ഞാൻ ഐക്കണിൻ്റെ കളറ് ബ്ലൂ കളറ് നമ്മൾ കുറച്ച് മുമ്പ് കൊടുത്ത പോലെ ഒരു ബ്ലൂ കളർ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ബ്ലാക്കും കൊടുക്കുകയാണ്. ലിസ്റ്റിൻ്റെ ഇടയിലുള്ള സ്പേസ് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനിടയിൽ ഡിവൈഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡിവൈഡറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഐക്കൺസും അതിൻ്റെ ലിങ്കും ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ വിഡ്ജറ്റിൽ പോയിട്ട് ഇവിടെ ഐക്കൺ എന്ന് സെർച്ച് ചെയ്യാണ്.
അപ്പോൾ സോഷ്യൽ ഐക്കൺസ് എന്നുള്ള വിഡ്ജറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പം ഷേപ്പ് റൗണ്ടഡ് ആണ്, ഞാനത് സർക്കിൾ ആക്കുവാണ്. എന്നിട്ട് ലെഫ്റ്റ് അലൈൻ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ച് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഇതിനകത്തിലൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഐക്കൺ ലൈബ്രറി ചൂസ് ചെയ്തു. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം, ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് കസ്റ്റമായിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഓപ്ഷൻ കളർ മാറ്റി കസ്റ്റം കളർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പ്രൈമറി കളറും സെക്കൻഡറി കളറും ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം കളർ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കളർ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫൂട്ടർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വേണം. ഇനി നമുക്ക് കോപ്പിറൈറ്റ് സെക്ഷനും കൂടെ ഫൂട്ടറിൽ താഴെ കാണുന്ന കോപ്പിറൈറ്റ് സെക്ഷനും കൂടെ ആഡ് ചെയ്യാം. അതിനായിട്ട് വിഡ്ജറ്റിൽ പോയിട്ട് കോപ്പി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. കണ്ടില്ലേ, HFPയുടെ ഒരു ക്രൈറ്റ് എന്നുള്ളൊരു വിഡ്ജറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് പുതിയൊരു സെക്ഷനിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. കണ്ടില്ലേ, അതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ടൈറ്റിൽ എന്താണോ അതിവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോപ്പിറൈറ്റ് ഇയർ, അത് കറണ്ട് ഇയർ, ഡൈനാമിക്കായിട്ട് കറണ്ട് ഇയർ മാത്രം ഇവിടെ കാണിക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ വർഷവും ചേഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡൈനാമിക്കായിട്ട് അത് മാറിക്കോളും. ഞാൻ അലൈൻ സെൻട്രൽ അലൈൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ രണ്ട് സെക്ഷനും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാൻ പോകും. അതിനായിട്ട് ഈ ടോപ്പിലുള്ള പേരൻറ്റ് സെക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റൈലിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ചൂസ് ചെയ്തതിന് ശേഷം കളർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഗ്രേ കളർ തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം താഴത്തെ സെക്ഷന് കുറച്ചും കൂടെ ഗ്രേ ആയിട്ടൊരു കളർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂ റെഡി ആയിട്ടുണ്ട് ഫോട്ടോന്. നമുക്കിനി ടാബ്ലറ്റിൽ ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, ടാബ്ലറ്റ് വന്നപ്പോൾ ഈ ക്വിക്ക് ലിങ്ക്സ് എന്നുള്ളിടത്ത് ഹാംബർഗർ ഐക്കണാണ് വന്നത്. നമുക്കപ്പോൾ അതങ്ങനെ വേണ്ട. ഫൂട്ടറിൽ നമുക്ക് ക്വിക്ക് ലിങ്ക്സ് നമുക്ക് കാണാൻ, ഇത് ഹാംബർഗർ ഓപ്പൺ ആക്കാതെ തന്നെ കാണാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് മെനു എന്നുള്ള വിഡ്ജറ്റ് എഡിറ്റ് ചെയ്തു. എന്നിട്ട് കണ്ടൻറ്റിൽ പോയി കഴിഞ്ഞാൽ ലേ ഔട്ട് കാണാം. ലേ ഔട്ടിന് അണ്ടറിൽ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ബ്രേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോൾ ടാബ്ലറ്റിൽ ഒരു 1025 പിക്സിൽ ബ്രേക്ക് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നണ്ണായി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കവിടെ ക്വിക്ക് ലിങ്ക്സ് കാണാൻ സാധിക്കും. ഇപ്പോൾ ടാബ്ലറ്റിൽ ഇപ്പോൾ അത് ഓക്കെയാണ്. നമുക്കിത് മൊബൈൽ വ്യൂവിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മൊബൈൽ വ്യൂ. മൊബൈൽ വ്യൂവിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം ഹോം എന്നുള്ള മെനു ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ഫൂട്ടർ, കസ്റ്റമായിട്ട് ചെയ്ത ഫൂട്ടറും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയും ഹോം ആക്റ്റീവ് ആണ്. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മൊബൈലിന് ടെൽ എന്ന് കൊടുത്തത്. അപ്പം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, മേക്ക് എ കോൾ എന്ന് പറഞ്ഞിട്ട് ടെല്ല് കൊടുത്തുകൊണ്ട് വന്നു. അതേപോലെ നമുക്ക് ഈ മെയിലിന് മെയിൽ ടൂവും കൊടുക്കാം. ഞാൻ പറയാൻ വിട്ടാണ്. അതായത് നമുക്ക് ഇതിവിടെ വന്നിട്ട് മെയിലിൻ്റെ അവിടെ, മെയിലിൻ്റെ ലിങ്കിൻ്റെ അവിടെ മെയിൽ ടു എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു കോളിന് ഇടുക. എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് കൊടുത്താൽ മതി. ഞാൻ ഈ മെയിൽ ഐ ഡി ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ റീഫ്രഷ് ചെയ്യാം. മെയിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഡയറക്റ്റ് മെയിൽ പോകുന്നൊരു ഓപ്ഷൻ, ഒരു ഡയലോഗ് ബോക്സ്, മെയിലിന് വേണ്ടിയുള്ളൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കസ്റ്റമായിട്ട് ഹെഡറും ഫൂട്ടറും ബിൽഡ് ചെയ്തെടുക്കാം. ഇതിപ്പം നമുക്ക് ഈ കളർ തീമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതേപോലെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിൽ നിന്ന് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.